ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറുടെ വേദിയിൽ ഇതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ട് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സ്കിറ്റ് അതിന്റെ രണ്ടാം ഭാഗമാണ് ഇനി ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പൊ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ചിത്തൻ ചേട്ടൻ, ബിനുരാജ് ചേട്ടൻ ആൻഡ് വിനോദ് തൈക്കാട്ടുശ്ശേരി. കളഭം ചാത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയുടയോ. എന്റെ ഭഗവാനെ, ഞാനിത് എവിടെ ചെന്നത് ആരോട് ചോദിക്കാൻ? താണ്ട പോയിരിക്കുന്നു, ഇങ്ങോട്ട് പോവാ മനുഷ്യ. താണ്ട ഇത് ഞാൻ ആരോട് പോയി എവിടെ ചോദിക്കാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ എഴുതി വെച്ചിട്ടില്ല, അവിടെ പോയി എഴുതി വെച്ചിട്ടെന്നോ? ഞാനും ആരെടുത്ത് ചോദിച്ചാലും അവര് പറയുന്ന ആമ ആമെന്ന് മാത്രം. ഈ തമിഴ്നാട്ടിൽ ഇതിനു വേണ്ടി ആമ എവിടെ കിടക്കുന്നത് എനിക്കറിയാൻ വയ്യാത്തത്. താണ്ട് ഇതിന്റെ വാതൊക്കെ നിന്ന് ഒരുത്തിന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇവിടെ ഡോക്ടർ ഉണ്ടോന്ന്. അപ്പൊ അവനെന്ത് പറഞ്ഞു? ആമ ഇറുക്കുന്നു. അത് അവന്റെ അജ്ഞതക്കുറവ്, വിവരക്കേട്. എടി കടപ്പുറത്ത് കിടക്കുന്നത് നിനക്കറിയത്തില്ല. ആമയല്ല ഇറുക്കുന്നത്, ഞണ്ടാണ് ഇറുക്കുന്നത് പറയണ്ടേ? എനിക്കറിയാം, ഞാൻ ഏത് ഭാഷയിൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കും. അല്ല, നിങ്ങളെ പറഞ്ഞാ മതി. മര്യാദക്ക് കേരളത്തിൽ ഇത്രയും ആശുപത്രി കിടന്നപ്പോ നിങ്ങൾ എന്തിനാ മനുഷ്യ തമിഴ്നാട്ടിൽ കിടക്കുന്ന ഈ എല്ലൂർ ആശുപത്രി വന്നു? അത് നിന്റെ അത് പുതിയ മനസ്സിരിക്കത്തുള്ളൂ. എന്ത്? എടി നിനക്ക് നിന്റെ പഴയ കാമുകനുമായിട്ട് അവിടെ ഇത് സൊല്ലണം. അത് നടക്കത്തില്ലടി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ലടി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ തമിഴ്നാട്ടിലെ എല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കാമുകൻ എന്ന് പറഞ്ഞ് സംശയിക്കുന്ന ഒരുത്തൻ അവൻ ആ ഒരൊറ്റ ഹോസ്പിറ്റലല്ലേ ഉള്ളൂ? വേറെ ഇത്രയും ആശുപത്രി കേരളത്തിൽ കിടപ്പില്ലയോ? എടി കൊറോണ എന്ന് പറയുന്ന വൈറസ് അതിമാരകമാണ്. നമുക്ക് ഒരു പരിധി വരെ മാസ്ക് ഇട്ട് നമുക്ക് സംരക്ഷിക്കാം നമ്മളെ. പക്ഷെ അവനെന്ന് പറയുന്ന സ്ഥലം നീ എവിടെയുണ്ടോ അവൻ മണത്ത് ചെല്ലും. എനിക്കറിയാം. നീ മിണ്ടരുത്, നിന്നെ ഞാൻ കൊല്ലിക്കാൻ. സംശയം ഇനി എങ്ങനെ തീരത്തില്ല നിങ്ങളുടെ സംശയം. എങ്കിട്ട് അയ്യോ, പ്രചോദനല്ലയോ? കേരളത്തിൽ ആശുപത്രി ചെന്നപ്പോ അവിടെ ഉണ്ട്, തമിഴ്നാട്ടിൽ വന്നപ്പോ ഇവിടെ ഇരിക്കുന്നു. എന്ത് ഇവിടെ വന്നു? ഒരു മാന്യനായ വ്യക്തിയാണ് നിങ്ങൾ. ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലേ. ഞങ്ങളൊന്നും നമ്മൾ കേരളത്തിൽ ആശുപത്രി വെച്ച് പരിചയം. അന്ന് അവരും ഉണ്ടായിരുന്നു അവിടെ. ഈ കേരളത്തിൽ വെച്ച് പരിചയപ്പെട്ടോണ്ട് ഈ തമിഴ്നാട്ടിൽ വണ്ടിക്കൂലി മുടക്കി നിന്റെ പറയാൻ വരുന്നവൻ. മാന്യന്മാരെ പറ്റി വേണ്ടാതീനം പറഞ്ഞുണ്ടാക്കല്ലേ. ഞാനൊന്നും മിണ്ടിക്കോട്ടില്ലെങ്കിൽ എനിക്ക് നാണക്കേട്. ഞാൻ പോക്കും. അല്ല പ്രേട്ട, എന്ത് ഇവിടെ വന്ന്? ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നാണ് ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടറെ കാണാൻ വന്നേ? അതെ അതെ അതെ. എല്ലും എല്ലാം ഒരു കളയാൻ തീരുമാനിച്ച? അതാണ്. അല്ല, നാട്ടിൽ പുതിയൊരു അഭിപ്രായം ഉണ്ട്, നിങ്ങൾക്ക് ഒരു എല്ല് കൂടുതലാന്ന്. കളയാൻ നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? സംശയം മൂത്ത് ഓടലൊക്കെ ഇറങ്ങി അന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞില്ലയോ? എനിക്ക് വീണ്ടും സംശയം. കേരളത്തിൽ ഒറ്റ ആശുപത്രി ചികിത്സിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ കൊണ്ട് വന്നേക്കുവാ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ് ഞാനും എന്റെ കാമുകനും കൂടെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ചെയ്ത വേലയാണ്. പറ്റത്തില്ല, കാരണം ഇത് കംപ്ലീറ്റ് ഞാൻ CCTV ഫുട്ടേജ് എടുത്ത് എന്റെ കൈ വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുകയാണോ? ഇല്ലെങ്കിൽ എന്റെ പേരിലാവത്തില്ല. ഓർമ്മയുണ്ടോ സംഭവമല്ലോ? ഇത് കണ്ട് നോക്ക്. ഇത് കണ്ട് നോക്കുമ്പോ മനസ്സിലാവും, ഓർമ്മ വരും. അത് ശരി. ഒരു പണി നടക്കത്തില്ല മനുഷ്യ. നിങ്ങളുടെ എന്നെ അങ്ങനെ ജയിലിൽ കയറ്റാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇത് നിന്റെ നൈസ് പരിപാടി. അവന്റെ വീഡിയോ ഒന്ന് കണ്ടു. നൈസ് പരിപാടി. കല്യാണം കഴിച്ചിട്ടില്ല. എന്തിനാണ് ചേട്ടാ കല്യാണം കഴിക്കണം? ഞാൻ ഇന്നലെ വൈകുന്നേരം പൂജാമുറി കയറിയിരുന്നു ഭഗവാനോട് എന്റെ വിഷമങ്ങൾ പറയണം. ഇങ്ങനെ വിചാരിച്ച് ഞാൻ പെരക്കാത്ത ആരെ കയറ്റി ഇരുത്തിയിട്ടുണ്ടെന്ന്. അതാരാണെന്ന് അറിയാൻ വേണ്ടി ഓടിന്റെ മേളിൽ കയറി ഓടിളക്കി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി നിന്ന പട്ടിയേറ്റ് ഒടിഞ്ഞ് താഴെ വീണു. ഈ പെടലിക്കും കൈക്കും മാത്രമേ പ്രശ്നമുള്ളൂ. ഇതിന് നിങ്ങളുടെ കാലിനൊരു കുഴപ്പമില്ല. നിങ്ങളുടെ കാലിന് അപ്പൊ ഇത് നേരത്തെ അറിഞ്ഞിരുന്നേ. ഇളമഞ്ഞ് വരെ കൊണ്ടെത്തിക്കത്തില്ല. അയ്യാത്ത പണിക്ക് പോയിട്ട് ഈ വേലയായി. എന്നിട്ട് എനിക്ക് പേരുദോഷം. അങ്ങേർക്ക് അതിനകത്ത് കുത്തിയിരുന്നോട്ട് അങ്ങോട്ടേ പാട്ട്, ഇങ്ങോട്ടേ പാട്ട്, തെക്കോട്ട് പാട്ട്, വടക്കോട്ട് പാട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഉന്തിക്കൊണ്ട് നടക്കണ്ട ഞാനാ. എടി എങ്കിൽ ഒരു കാര്യം ചെയ്യടി. നീ കുറച്ച് നേരത്തിരി. ഞാൻ ഈ തമിഴ്നാട്ടിൽ കൂടെ നിന്നെ ഉന്തിക്കൊണ്ട് നടക്കാടി. കണ്ട, എന്നെ ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റിയ പരിവല്ലോ. നിങ്ങൾ മിണ്ടാതെ നിങ്ങളുടെ വായും വെച്ചോണ്ട് വിട്ടിരിക്കണം. ഞാൻ പോയത് എവിടെ എന്തോ എവിടാന്ന് ഞാൻ ആരോട് ചോദിക്കും? ദൈവമേ, ഇടി അവിടെ എഴുതി വെച്ച് കാണുപടി. അസ്ഥിഭാഗം നോക്കടി പോയി. എഴുതി വെച്ചിട്ടുണ്ട്, അത് തമിഴിലാ. എനിക്ക് വായിക്കാൻ അറിയണ്ടേ? അസ്ഥി വിഭാഗം എന്ന് എഴുതിയതിന്റെ താഴെ ഒരു അസ്ഥി കഷ്ണമെങ്കിലും വെക്കണ്ടേ? എങ്കിൽ അങ്ങനെയെങ്കിലും തിരിച്ചറിയാമായിരുന്നു. അല്ലാതെ അസ്ഥി കഷ്ണം ഇല്ലാതെ നിങ്ങളെങ്കിൽ ആരോട് പറയാനാ? ഇതിനകത്ത് എവിടെ ഇരിക്കുന്ന അസ്ഥി മൊത്തവും കമ്പിയിട്ടേക്കുമല്ലോ ഇതിനകത്ത്. എടി നിനക്കേ വിലയില്ലാന്നുള്ളടി എന്നെ. എടി എനിക്ക് അടിക്കടി ദിവസം വില കൂടുന്ന മനുഷ്യനായി ഇപ്പൊ ഞാൻ. എങ്ങനെ? എടി കമ്പിക്ക് ഇന്നത്ര അടി വില 25, നാളെ ആകുമ്പോ 45, അതിന്റെ അപ്പുറത്താകുമ്പോ 75. അപ്പൊ ഫുൾ കമ്പിയിട്ടിരിക്കുന്ന എനിക്ക് വിലയുണ്ട്, നിനക്കാണ് വിലയില്ലാത്തത്. അവസാനം ഈ കമ്പിയെല്ലാം കൂടെ തുരുമ്പ് വിലക്ക് ഞാൻ തൂക്കി. എനിക്ക് കേൾക്കണം. എന്നെ തുരുമ്പ് വില കുറ്റിട്ട് നീ മറ്റവനോട്ട് ജീവിക്കാനല്ലേ നടക്കത്തില്ലടി. എഴുന്നേക്കാൻ പറ്റിയാൽ നിന്റെ മൂട്ട. ഒരു
കമ്പി നിങ്ങളുടെ നാക്കിലിടണമായിരുന്നു. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടനെ. ഇവിടെ ഇരിക്കാവോ? ഞാൻ പോയി ഡോക്ടറെ സ്ഥലം എവിടാന്നൊന്ന് കണ്ടുപിടിച്ചോണ്ട് വരട്ടെ. ഇരിക്കണേ, അടങ്ങി ഒതുങ്ങി ഇവിടെ. നിങ്ങളെ ഉന്തി ഉന്തി എങ്ങോട്ട് പോന്ന്? നീ നേരത്തെ പ്രചോദനം പറഞ്ഞൊരുത്തിനെ വിളിച്ചില്ലേ? നീ അവനോട്ട് ഇറങ്ങി പോവാന്നറിയാൻ വേണ്ടിയാ. നീ ലേഡി ഡോക്ടറെ കണ്ടാ മതി. ആര് നിന്റെ പുറകെ നിൽക്കുന്നത്? എന്താ നിഴലാ മനുഷ്യ അത്? അവന്റെ മുഖം കാണിച്ച നിഴലിന് മുഖമൊന്നുമില്ല. സംശയമല്ലെന്നേ. ഇനി അവള് വരാൻ വേണ്ടി കുറെ സമയം എടുക്കും. അത് പിന്നെ എന്ത് ചെയ്യും? ഒരു പാട്ട് പാടാം. മധുമൊഴിരാതെ നിന്നെ തേടി. ഹലോ 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 വണ്ടി ഓടിക്കുവാണോ? പാട്ട് പാടിയാ മറ്റേ പിടിക്കാൻ പറ്റില്ല. അതാ അല്ല, അവനവന് പറ്റുന്ന എടുത്താ പോരെ, എന്തിനാ എടുക്കാൻ പറ്റാത്ത എടുക്കുന്നത്? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? പോകണ്ടോ? എനിക്ക് പോകണമെന്നൊന്നുമില്ല. അല്ല, ഒരു കണ്ണന്റെ മേത്ത് ഒരു കണ്ണന്റെ പെണ്ണുപിള്ളയുടെ മേത്ത് വരുന്നില്ല. നിങ്ങളുടെ പെമ്പർ നോക്കി എനിക്ക് അറിയാലോ സുഹൃത്തെ. ഞാൻ ചോദിക്കാൻ വന്ന അതല്ല. നിങ്ങളുടെ ഈ തലയിൽ ഒരു സാധനം ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്തോ അത്? CC ക്യാമറ. എന്താ CC ക്യാമറ ഫോണിൽ കണക്ട് ചെയ്തിരിക്കാം. എന്തിനാ? ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് കാണണം. എനിക്ക് അവളെ അത്ര സംശയമൊന്നുമില്ല. പക്ഷെ താടിയും മുടിയും മുളത്തിയിട്ട് കുറെ ആൾക്കാർ വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിരിപ്പുണ്ട്. അവരെ എനിക്ക് സംശയമാ. പൊക്കും ഞാൻ. പക്ഷെ ഫസ്റ്റ് ലിസ്റ്റിൽ പ്രജോത് പൊക്കും ഞാൻ. ஹலோ ഹലോ, கண்ணம்மா, എന്നാങ്ക? அம்மா ஒரு உம்மை தருமா? വെക്കം വരുത്. வெக்கம் வரண்ட மெதுவா வந்து ஒரு உம்மன் தருமா? சும்மாரியா, நான் ஒரு காரியம் கேட்கட்டுமா? கேக்குமா? உனக்கு என்ன அவ்வளவு இஷ்டமா? உனக்கு பெருத்த இஷ்டமா? எனக்கு என்ன ரொம்ப பிடிக்குமா? ரொம்ப பிடிச்சில்ல, ஞான் பிடிக்கும். முத்தம் கொடுமா? முத்தம் தரட்டுமா? முத்தம் தருமா? ஐயோ, பக்கத்துல ஏன் கணவன் இருக்கு. கனவு எண்டெങ്കിൽ പീര വെച്ചാൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. என்னது? കനവ് മീൻ. ஐயோ, അതല്ലേ. പിന്നെ பக்கத்துல ஏன் புருஷன் இருக்குன்னு நான் சொல்லேன். അവനെ ചവിട്ടി താഴെ ഇട്ടിട്ട് എനിക്ക് ഒരു മുത്തം കൊടുപ്പാ. முத்தம் தரட்டுமா? அடேங்கப்பா. അതേ വേണ്ട, കപ്പയും വേണ്ട. കേട്ടിട്ടുണ്ടല്ലേ? ഇതേപോലെ തന്നെ അവനായിരിക്കോ? അവൻ അവിടെ അല്ലേ ജോലി, ഇവിടെ വരുത്തിരുന്നേ. എന്നാലും അവനെ പോലെ നീ 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 இந்த மூஞ்சி ഞാൻ എங்கே പാത്തിരിക്കേ? നിന്നെ എന്ന് പാത്തോ അന്ന് ഞാനിങ്ങനെ മൂഞ്ചി എങ്ങനെ ഇരിക്കുന്നത്. നീ ഇതുപോലെ ചന്ദ്രക്കുറിയിട്ട് കൊമ്പം പൈസ വളർത്തി വന്ന പിടിക്കത്തില്ല വെച്ചാൽ നിന്റെ ഈ ഓഞ്ഞ സൗണ്ട് എനിക്ക് അറിയാടോ, കേട്ടാ മനസ്സിലാകും. എടാ, നീ എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലടാ. അല്ലെന്ന്, ഞാൻ അവിടെ വെച്ച് എന്റെ ജോലി പോയി. കേരളത്തിലെ ജോലി പോകുമല്ല. അതെന്താന്നറിയോ? അവിടെ വെച്ച് ഞാൻ ഒരാളുടെ തൊട ഓപ്പറേഷൻ ചെയ്തല്ലോ. നീ കമ്പൗണ്ടറിലായിരുന്നു? ആ കമ്പൗണ്ടറാണ്. ഡോക്ടർ വരികയെന്ന് ഫോൺ വന്നപ്പോ ഞാൻ കയറി ഓപ്പറേഷൻ ചെയ്ത്. ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഞാൻ ചെന്ന് തൊട അങ്ങോട്ട് കീറി ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തപ്പോ 1 ലക്ഷം രൂപ നഷ്ടം. അവിടെ ജോലിക്ക് 1 ലക്ഷം രൂപ നഷ്ടമായിക്കണം. അല്ലെന്ന്, എനിക്കെന്ത്? അതങ്ങനെ നിനക്ക് നഷ്ടമാവും? എന്റെ 1 ലക്ഷം രൂപയുടെ ഐഫോൺ വെച്ചിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഈ ഒരൊറ്റ കാരണത്തിന് എന്നെ അവിടുന്ന് ജോലി എന്ന് പറഞ്ഞു വിട്ട് പേരാപ്പാര നടന്ന് അങ്ങനെ തമിഴ്നാട്ടിലെത്തി. ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ജോലിക്ക് കയറി. എന്താ ഇവിടെ ഇവിടെ എന്താന്നോ? ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോട്ടെ. ഒരു മിനിറ്റ്. ഫോൺ ഐ സീനില്ല. ആരത്? ഒരു ചൈനക്കാരിയാ. ദൈവമേ, ബ്യൂട്ടി പാർലർ വന്ന് ഏതോ ചൈനക്കാരിയെ വളച്ചവന്. അങ്ങനെയല്ലെന്ന് ചേട്ടൻ, ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോവുക. എന്തിനീ നമുക്ക് പെണ്ണ് കിട്ടേണ്ട കാര്യമില്ല. കേരളത്തിലെ നേഴ്സുമാരൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിലല്ലേ? തമിഴ്നാട്ടിലാ? ഞങ്ങളൊരു എന്റർടൈൻ, അത്രേ ഉള്ളു. എടാ, അതല്ലേ ഞാൻ വിചാരിച്ചോട്ടെ, ഇവിടെ എക്സ്റേ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു എക്സ്ട്രാ സാധനമൊന്നുമില്ല. ഇവിടെ ഉള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് ഡോക്ടർമാർ നോക്കത്തില്ല, അസ്ഥിയുടെ ഒക്കെ എക്സ്റേ. അതാ അതുണ്ടോ? നീക്ക് എക്സ്റേ വേണ്ട, പിന്നെ എക്കോ എടുക്കണം. എക്കോ ഞാൻ എടുക്കണം? എക്കോ വേണം. അത് വെറുതെ പഴയതാണ്. ഇവിടെ പറഞ്ഞടിച്ചിട്ട് പിന്നെ പഴയതാന്ന് പറയല്. എന്ത് പെടലി വയ്യ, എന്നാലും ഞാൻ എടുക്കാം. ഹലോ ഹലോ ഹലോ, പ്രിയ 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 നാട്ടുകാർ ഹലോ ഹലോ ഹലോ. ആ,
ഞാൻ മൊത്തം സ്റ്റീലാണ്. ആ. ഒരു കമ്പി ഞാൻ ബെൻഡടിച്ച് കഴുത്ത് വഴി ഇങ്ങോട്ട് ഇടും. പിന്നെ അനക്കിയല്ല ഞാനിവിടെ. അറിയാലോ 6 ഓപ്പറേഷനാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്തത്. 6 ഓപ്പറേഷൻ 6 ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ വന്ന് ചെയ്തോ? ഇവിടെ 6 ചെയ്ത് ഞാൻ. എന്നിട്ട് ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അത് ഈ ഒരാഴ്ച കഴിഞ്ഞ് പറയാം. അതെ, പല്ലു വേന നിനക്ക് പിന്നെ എവിടെ എന്തു അതാ അതല്ലെന്ന്. അല്ലടാ കാല് പൊക്കി വെക്കട്ടെ. അതല്ല, കൂടെ വന്നില്ലേ? കൂടെ കൊണ്ടുവരാൻ ഞാൻ മീൻകാരനാ. അതല്ലെന്ന്. മീനൂട്ടി ഞാൻ മീനും കൂട്ടി ഇറച്ചിയും കൂട്ടി. നിനക്കെന്താണ്? അതല്ലെന്ന്, ഭാര്യ മീനൂട്ടി വന്നില്ലേന്ന്. എന്റെ ഭാര്യ മീനൂട്ടി. അപ്പൊ നീ അത് ഇതുവരെ മറന്നിട്ടില്ലടാ അവിടെ പേര്. എങ്ങനെ മറക്കാനാണ് മീനൂട്ടിനെ? എങ്ങനെ മറക്കാൻ? എന്റെ ദൈവമേ, അവളിത് മീനൂട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ എന്റെ ദൈവം. എടി എവിടെയാണ് കാണുന്നില്ലടി, പരിധിക്ക് പാടി. ഞാൻ താഴെ ഓർത്ത റൂമിലുണ്ട്. ആ എന്റെ ദൈവമേ, എന്റെ പൊന്ന് ചേട്ടാ, ഇതൊന്നും ഇവിടെ നടക്കും തോന്നില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ഇവിടെ എന്നെ കൊണ്ട് ആലോചിച്ച് നോക്കൂല. ഞാനിതല്ലേ എനിക്ക് അണ്ണ അണ്ണനെ പോലെ വേറൊരു അണ്ണനണ്ണ. അല്ല, കണ്ണനെ പോലെ വേറെ കണ്ണനല്ല, ഈ കണ്ണൻ ഇതായിരിക്കുന്നത്. എടി, നീ അറിഞ്ഞുകൊണ്ട് വെച്ചോണ്ടാണ് അയ്യോ, അല്ലെന്ന്. കേരളത്തിൽ നിന്ന് എന്തോ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്. അതിവിടെ ഇപ്പൊ നടക്കാൻ പോവാ. എന്ത് നടക്കാൻ പോകുന്നു? ആരാന്ന് നോക്കടി. ഞാൻ ഇത്ര കണ്ട അണ്ണാച്ചി വരെ നോക്കാൻ പോകുന്നു. കണ്ണാച്ചല്ല, നീ അവനായിട്ട് ടൈപ്പ് ചെയ്താടി നീ ഇവിടെ വന്ന്. നീ നോക്കടി ആരാന്ന്. നീ നോക്കടി ആരാന്ന്. നീ ആരാന്ന് നോക്ക്. മീനൂട്ടി, സുധി, മീനൂട്ടി, സുധി. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി. എന്നാലും എന്റെ സുധി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. വിശ്വസിക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, ഇതാരാന്ന് കണ്ടോ? ആരാ? നിനക്ക് അറിയത്തില്ല അവനാ? അയ്യോ, ഒരു പരിചയമുള്ള ഒരുത്തന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ നമ്മൾ ആശ്വസിക്കല്ലേ വേണ്ടത്? അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനെങ്കിലും ഒരാളായല്ലോ. എന്നാലും എന്റെ സുധി എനിക്ക് ഭയങ്കര ആശ്വാസമായിടാ നിന്നെ ഇവിടെ വെച്ച് കണ്ടിട്ട്. എനിക്ക് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിക്കരുത് ചേട്ടൻ. എന്തടി? അന്ന് നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലേ? എടി 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 ഫ്രണ്ടിലോട്ട് പാടി. എടി കാണാൻ കാര്യം പറയട്ടെ, അന്ന് അവിടെ വെച്ച് നമ്മൾ കണ്ടില്ലേ? അതിന് പുള്ളിക്ക് ഭയങ്കര സംശയം. എന്നെ നിന്റെ പേര് പറഞ്ഞ് വഴക്കുറയും. എടി ഒന്ന് തുടച്ചേടി, ഒന്ന് തുടക്ക. അതല്ല, ക്യാമറയുടെ ലെൻസ് കൊടുക്ക. എന്റെ ദൈവമേ, കയ്യല്ലേ കാണുന്നുള്ളൂ. അവന്റെ തലയെ തേടി കണ്ടാ എന്റെ ചേട്ടാ. ഞങ്ങള് 5ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചു. 10ാം ക്ലാസ് വരെ ഉള്ളതല്ലേ? അതുവരെ പറയിപ്പിച്ചുള്ള അന്നേരത്തേക്ക് അന്നേരം അലച്ചിട്ട് വീണില്ലേ? ഞങ്ങൾ കോളേജിൽ പോയിട്ടുള്ളന്ന്. അത് കോളേജിൽ വെച്ച് ഒരു പ്രത്യേകത. കോളേജിൽ വെച്ച് ഞാനുണ്ടെങ്കിൽ ഇപ്പൊ ടൂർ പോകുള്ളൂ. പോണെങ്കിൽ നീ ഒറ്റ പോയപ്പോ എന്തിനാണ് അവിടെ വിളിച്ചോണ്ട് പോണത്? എവിടെങ്കിലും ഒരിടത്തരി മനുഷ്യ. ഞങ്ങൾ ടൂറിന് പോയാ. എനിക്കാണെങ്കിൽ സൈഡിൽ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഛർദിക്കും. എനിക്കും ഇവക്കും. നീ ഇവന്റെ അടുത്ത് പോയിരുന്നത് നീ ഛർദിക്കും. അതല്ലെന്ന്, കാറ്റടിക്കുമ്പോ ഛർദിക്കുന്നു. അപ്പൊ അങ്ങനെ വണ്ടി ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ എനിക്ക് സൈഡ് വേണേ. അപ്പൊ ഇവക്ക അവക്ക് സൈഡ് വേണം. അപ്പൊ രണ്ടുപേരും 2 സൈഡ് സീറ്റ്. അങ്ങനെയല്ല, പിന്നെ ഇവിടെ എന്റെ മടിയിരുത്തി സൈഡ്. അല്ല, അതിന് കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് എങ്ങും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു മിണ്ടാൻ പറ്റത്തില്ല. പീറ്റർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു കോളേജിൽ. സാറാ? പീറ്റർ സാറെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ. പീറ്റർ സാറിനെ കണ്ട അപ്പം മുള്ളും നമ്മൾ. പീറ്റർ സാറിനെ കണ്ട പേടി? അപ്പം മുള്ളും, പേടിച്ച് നമ്മൾ മുള്ളും. നമ്മള് ആ മുള്ളും. ആ പീറ്റർ സാറിനെ എന്റെ അടുത്തൊന്ന് കൊണ്ടുവരാവാ. എന്തിന്? 3 ദിവസം അതിനകത്തൊരു തുള്ളി വീണിട്ട് അന്നൊന്ന് പേടിച്ച് പോയാ. അതല്ലെന്ന്, ഞാനും പെണ്ണുങ്ങളും കൂടി ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്ന സാറിന് ഇഷ്ടമല്ലെന്ന്. ഈ ചൂരിലെടുത്ത് അന്നൊരു അടി കൊടുക്കും സാർ. ഇങ്ങനെ വേണം സാറുമാരായാലും, ഇങ്ങനെ വേണം. അങ്ങനെ ഒരു സാറുണ്ടെങ്കിൽ ആ സ്കൂളില് വലുതും നടക്കും. അല്ലാതെ നിങ്ങളെപ്പോലെ മറ്റൊരു പണ്ടൊരു സാറുണ്ടായിരുന്നല്ലേ? അത് കുറുപ്പ് സാർ. ആ സാർ നിങ്ങൾക്ക് ഒത്താശ ചെയ്ത് തന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കണോണ്ട് പഠിക്കണം. പ്രത്യേക ഒരു വാത്സല്യം. നമ്മൾ ഈ വൈകുന്നേരം കോളേജൊക്കെ വിട്ട് കഴിയുമ്പോഴേ അവിടുത്തെ എല്ലാ ജനലും വാതിലും ഒക്കെ അടയ്ക്കാൻ ജോലി ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. ഇവൻ കഥ കടയ്ക്കും, ഞാൻ ജനലടയ്ക്കും. ഇവൻ കഥ കടയ്ക്കും, ഞാൻ ജനലടയ്ക്കും. ആരാ നീ ഇത് ഏൽപ്പിക്കുന്ന? പീറ്റർ സാറ്. പീറ്റർ സാറ്. അവൻ പീറ്റർ സാറല്ല, അവൻ മീറ്റർ തെറ്റിയ സാറ്. എല്ലാ കാര്യവും കൃത്യമായിട്ട് കൊണ്ട് തന്നിട്ട് ഈ അവസാനം കൊണ്ട് കലവടച്ചല്ല. അവനിപ്പോ എവിടെ ഉണ്ട്? ഈ പീറ്റർ സാർ എവിടെ ഉണ്ട്? പീറ്റർ സാർ ക്യാൻറ്റീനിൽ പാചകത്തിന് വന്നൊരു ചേച്ചിയായിട്ട് ഒളിച്ചോടി പോയതാ അന്ന്. പിന്നെ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാം. എനിക്ക് മരിച്ചു പോയി കാണും. മിക്കവാറും മരിച്ചതല്ല, ഇപ്പം കൊന്നതായിരിക്കും. തെളിവ് നശിപ്പിക്കാൻ. അതെന്താണ് ചേട്ടാ? നീ അത് കാര്യമാക്കണ്ട പോടാ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് എന്തായിരുന്നറിയോ? ഞങ്ങളുടെ വെക്കേഷൻ കാലഘട്ടം. അയ്യോ, വെക്കേഷൻ ആകുമ്പോഴല്ലേ ഞാൻ ഇവളുടെ വീട്ടിലേക്കല്ലോ.
കൊണ്ട് ഇവളെ വിളിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. ഇല്ലക്കില്ല രാത്രി വീട്ടിൽ വരെ എന്നെ വിളിച്ചു. രാത്രിയല്ല എന്തിന് എന്നെ വിളിക്കാൻ വിളിക്കാൻ എന്തിന് എഴുതാൻ നോട്ട്സ്. അറിയാത്ത പേനായിട്ട് പുറകെ നടക്കുകയാണല്ല ഞാൻ ചവിട്ടിയാൻ ഒടിക്കും ഞാൻ അതല്ല എടി ഞാൻ നിന്നെ ഏതായാലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഞാനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും എന്നെ കണ്ട ഭയങ്കര സർപ്രൈസ് ആയി. അതല്ല ഈ സാധനത്തിനെ കൊണ്ട് നീ എന്നാലും ഇവിടം വരെ വന്നല്ല എന്നാ ഓർക്കണത്. എന്ത് കിടന്ന് കറങ്ങുന്നേ? ഫാൻ സ്പീഡിൽ നമ്പർ കറക്കുന്നില്ല, കാറ്റില്ല. അതിനോട് ഫാൻ ഇട്ടിട്ടില്ലല്ലേ? കാറ്റില്ലെന്നേ. അതിന് നിങ്ങളല്ലേ മനുഷ്യമായി കിടന്ന് കറങ്ങുന്ന? ഫാൻ കറങ്ങുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കല്ലേ? എന്ത് മനസ്സിലാണോ? വേറെ കാര്യം അറിയാമോ? ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ കന്യാകുമാരിയിൽ ടൂർ കൊണ്ടുപോയത്. ഈ നിങ്ങളുടെ പ്രേമം പഠനത്തിന്റെ ഭാഗമാക്കിയാ? പ്രേമല്ലെന്ന്, പഠനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയത്. വിജ്ഞാനം ഉണ്ടാവാൻ, പൊതുവിജ്ഞാനം. അതെ ഞങ്ങൾ ടൂറിന് പോയി കന്യാകുമാരി ചെന്ന് ബസ് നിർത്തിയേം ഇവൾ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം. അവള് ഓടുമല്ലോ. ഓടി. നീ അതിന്റെ അസമയം ഓടുമല്ലോ. എനിക്ക് അസ്തമയം കാണാം. ഞാൻ അത് അസ്തമയം കണ്ടിട്ടില്ല അതുവരെ. ഇവള് അസ്തമയം കണ്ടിട്ടില്ല. ഇവള് ഒറ്റ ഓട്ടം ഞാൻ പുറകെ ഓടിക്കും. മങ്ങാനും തലകിട്ട് വീണ് കഴിഞ്ഞാൽ കേറി പിടിക്കണ. നിനക്കതായിരുന്നല്ലോ ആവശ്യം, നിനക്ക് പിടിക്കണം. അതല്ലെന്ന് ചെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാടാ സൂര്യൻ പകുതി വിറ്റാരെങ്കിലും പകുതി വിറ്റല്ല, ഇത് മുഴുവനും വിറ്റാ. ചേട്ടൻ മുഴുവൻ കേക്കണം. ഇതിങ്ങനെ വന്നപ്പോ ഇവക്ക് ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നിനക്ക് സൂര്യനെ കണ്ടാ പോരെ. പകുതിയല്ലല്ല വാടിയെന്നും പറഞ്ഞ് ഇവിടെ കയ്യെ പിടിച്ച് ഞാൻ ഒരു ഒറ്റ കയറ്റം. ഒരു മല ഇവിടെ സൈഡിലുണ്ടായിരുന്നു. ഈ മലയുടെ മേളിലേക്ക് ഞങ്ങൾ കയറും, സൂര്യൻ താഴും. മലയുടെ മേളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കയറും, സൂര്യൻ താഴും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മറിഞ്ഞ് അങ്ങോട്ട് പോയി. നീ അവളെ സൂര്യനെ കാണിക്കാൻ കൊണ്ടുപോയതല്ല, പിന്നെ നീ സൈഡ് പാല ഒതുക്കത്തിലെങ്ങോ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് സൂര്യൻ താന്ന് രാത്രിയായി, ചന്ദ്രൻ വന്ന് വെളിച്ചം വീശി. ഇതെല്ലാരും നിങ്ങൾക്ക് സൈഡാടാ. ഉറുപ്പ് മാഷ്, പീറ്റർ സാർ ഇപ്പൊ ടോർച്ച് അടിക്കാൻ വേണ്ടി ചന്ദ്രനും. എന്റെ പൊന്നു മറ്റേ ചന്ദ്രൻ എന്ന് പറഞ്ഞ അമ്പിളി അമ്മാവൻ. ഞാൻ ആ അമ്പിളി അമ്മാവനാണെന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കി. അയ്യോ ഇവള് കിടന്ന് കരച്ചില്. കൊച്ചു പിള്ളേര് കരയണ പോലെ, കൊച്ചു പിള്ളേര്. ഞാൻ പറഞ്ഞു എന്തിനാണ് മിനുട്ട് നീ ഇങ്ങനെ കരയണം, നിനക്ക് എന്താ വേണ്ടത്? അമ്പിളി മാമ വേണമെന്ന് ചോദിച്ചു. നേരെ ചെന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അവിടെ ഒരു LED സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് പറിച്ച് അങ്ങോട്ട് കൊണ്ട് കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നീ സ്നേഹത്തോടെ അമ്പിളി മാമനെ പറിക്കാന്ന് പറഞ്ഞിട്ട് LED ബൾബ് പറിച്ചു കൊടുത്തതല്ല. നിനക്ക് ആ സമയത്ത് അവിടെ ഒരു ഇരുട്ട് വേണമായിരുന്നു. എന്ത് പറഞ്ഞാലും അവസാനം സംശയത്തിലെ കൊണ്ട് നിർത്തൂ. സംശയം ഉണ്ടെങ്കിൽ സംശയം ചില കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം സംശയം ഒരുക്കും ചെയ്യും. അതൊന്നും പറഞ്ഞു പാരമ്പര്യമായിട്ട് സംശയമുള്ള ഒരു അച്ഛനുണ്ടല്ലോ, ഇയാളെക്കായി സംശയം വരുന്നു. എങ്ങനെ? ഒരു അച്ഛന്റെ അച്ഛൻ മരിക്കാൻ ആശുപത്രി കിടന്നു, ഓക്സിജൻ ഒക്കെ വെച്ചിട്ട്. ഈ ഓക്സിജനിൽ വരുന്ന ഒറിജിനൽ ഓക്സിജൻ ആണോ എന്ന് സംശയം. ആ ഓക്സിജൻ മാസ്ക് മാറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് തിരിച്ചു വെക്കാൻ നോക്കിയപ്പോ അപ്പം മടിയായി. ആ പാരമ്പര്യത്തിൽപ്പെട്ടല്ലേ പിന്നെ കൊണ കാണിക്കാതിരിക്കും. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ സംശയിക്കാതിരിക്കും? അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലിക്കർ കഴിക്കോ? അത് കഴിക്കല്ല, നമ്മൾ ഇടുവല്ലേ ചെയ്യുന്നത്. എന്ത് നിക്കർ? ലിക്കർ കഴിക്കുമെന്നാ ഞാൻ ചോദിച്ചത്. അത് ശരി. അപ്പൊ ലിക്കർ തന്നെ എന്റെ കിടത്തിയിട്ട് നിനക്ക് അവളെയായിട്ട് നിനക്ക് ഇവിടുന്ന് എന്നെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. എന്ത്? ഞങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബോംബെ ടൂർ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പോയാൽ ബോംബെ കൊണ്ടുപോയണം അവളാ. അതായത് ഇവക്കാണെങ്കിൽ പാനിപൂരി കഴിക്കണം. ഞാനാണെങ്കിൽ ഇവളെ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു പാനിപൂരി കട വന്നിട്ട് അവിടെ നിന്ന് പാനിപൂരി മേടിച്ചു കൊടുക്കും, ഇവള് കഴിക്കും. അടുത്ത കടയിൽ നിന്ന് ഞാൻ മേടിച്ചു കൊടുക്കും, ഇവളെ വായിൽ വെച്ച് കൊടുക്കും, അവളെ എനിക്ക് വായിൽ പാനിപൂരി. എന്തോരം പാനിപൂരി നിർത്തറ. അവക്ക് പാനിപ്പൂരി വേണം, ഞാൻ മേടിച്ചു കൊടുത്തോളാം. നീ കൂടുതൽ ആളാ നിൽക്കില്ലേ? എന്താ ആളാ ഇയാളോട്ട് വഴക്കുണ്ടാക്കി. നീ സാരി സരി സരി സാരി സരി രി നി നി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി സരി ഗ മ പാദ ബ ബ ദ ബ ബ ദ ബ പാദ ബ സാ സ സ. മീനൂട്ടിക്ക് കഴിയും. മീനൂട്ടി എഴുന്നേക്കും. മീനൂട്ടിക്ക് സാധിക്കും. മീനൂട്ടിക്ക് സാധിക്കും. മീനൂട്ടി എഴുന്നേക്കും. മീനൂട്ടി എങ്ങനുണ്ട്? ഇവിടെ ഒരു പച്ചക്കറി വണ്ടി മറിഞ്ഞു കിടത്തിട്ട് അവൻ അത് പൊക്കണ്ട, അവന് മീൻ വണ്ടി പൊക്കിയാ മതി. വന്ന് പിടിക്കാൻ എന്തിന്റെ സൂക്കാണോ മനുഷ്യൻ? വലിച്ചൂരല്ലേ? കമ്പിയില്ല ഇവിടെ, ഇനി കമ്പിയില്ല, വലിച്ചൂരല്ലേ? നിനക്ക് ഞാൻ തരാം. എന്ത് ഇയാൾക്കുള്ള മരുന്ന് ആയിട്ട് ഞാനിപ്പോ വരാം. തന്റെ അസുഖം ഞാനിപ്പോ മാറ്റി തരാം. ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആറി മേടിച്ചോണ്ട് പോകണം. എനിക്ക് ഹോസ്പിറ്റലിൽ ചികിത്സിക്കണ്ട. ഇത്രയും ദിവസം ഇവിടെ ഇപ്പൊ എങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോകാൻ? നിന്റെ ഈ കാമുകളുള്ളിടത്തോളം കാലം ഇവിടെ എനിക്ക് ചികിത്സിക്കണ്ട, എനിക്ക് കേരളത്തിൽ ചികിത്സിച്ചാൽ മതി. വേണ്ട, ഇവിടെ നീ ഇത് മാറ്റോളൂ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇനി ഇവിടെ ചികിത്സിക്കണ്ട. എനിക്ക് ജീവിച്ചിട്ട് അങ്ങനെ വിട്ട കൊള്ളിയല്ല. പിന്നെ ഇതൊക്കെ ഞാൻ കുറെ കണ്ട. അതെ നിങ്ങൾ എപ്പോഴാ പോണത്? എടാ ഞാൻ എപ്പോഴെങ്കിലും പോട്ടെ, നിനക്കെന്താ? ഞാൻ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് പോകും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് പോകും. നിനക്കെന്താ? എന്തായാലും ഞാൻ ഇവിടെ രാജിവെച്ച് പോയേ. എവിടെ? ഞാൻ ഇവിടെ രാജിവെച്ച ഞാൻ പഴയ നിന്ന ഹോസ്പിറ്റലുണ്ടല്ലോ, കേരളത്തിലാ.
ആ ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ എങ്ങനെയെങ്കിലും കാലും കൈ പിടിച്ച് ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ആയിക്കോളാം. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയാണ് ഉപദ്രവിക്കലും ഇനി എന്നെ സംശയിക്കലും ചേട്ടാ. ഞാൻ പൊക്കോട്ടെ. എടി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വേണ്ടടി. കർണാടകയിലോട്ട് ഇങ്ങനെ പോവാൻ നോക്ക്. എന്താ എടി എനിക്ക് എന്റെ കൊച്ചിന്റെ തള്ളേ വേണോടി. കേരളത്തിലൊരു ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് നടന്ന സംഭവം നേരെ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പറിച്ചു നട്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നേരെ കാര്യക്കാരിലേക്ക് പോവാം. ഷാജു ചേട്ടാ. ചിത്തൻ ബിനുരാജ് തൈക്കാട്ടുശ്ശേരി. ബിനുരാജ് നല്ല ഭംഗിയാട്ടോ ഈ പെൺവേഷം കിട്ടുന്നത്. നല്ല രസമാണ് കാണാൻ. ഒരു സ്കൂൾ ടീച്ചറൊക്കെ പോലെ തോന്നും അല്ലേ? ചിത്തൻ അത് ഇരുന്നുകൊണ്ട് അത് പെർഫോം ചെയ്യാൻ വലിയ പാടാണ്. കുറേ സമയം അതിനകത്ത് നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് അസലായിരുന്നു. നന്നായിരുന്നു. നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എവിടെയോ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല കൗണ്ടറുകളെല്ലാം. ആ ഫോൺ ചെയ്യുന്നില്ലേ, അയ്യോ, അതിനകത്ത് തമിഴും മലയാളം നമ്മൾ അത്രയും വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് വേണ്ട ആ ഒരു ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ഞണ്ട്, പിന്നെ കുറേ വാക്കുകളുണ്ട്. ആമ, കണവ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇതുമായിട്ട് സിറ്റുവേഷനുമായിട്ട് ചേരണം. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ട് അത് ആ ഫോൺ ഇത് തന്നെ നല്ല രസമായിരുന്നു. ആ ഒരു ഏരിയ എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നതിലപ്പുറം അത്രയും കൗണ്ടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഇനി വേറെ പാർട്ടായിരുന്നു. ഇതും വളരെ നന്നായിരുന്നു. അസ്ഥലായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഉഗ്ര സ്കിറ്റായിരുന്നു. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. വിനോദേ, അടിപൊളിയാണ്. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് രണ്ടാമത്തെ ഒരു ഭാഗമാണ്. കേരളത്തിൽ നിന്നുള്ളൊരു സാധനം മാറി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനൊരു ഉഗ്രൻ ആശയത്തിനൊരു നല്ല കൈയ്യടി കൊടുക്കുകയാണ്. കാരണം നമുക്കൊരു സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്തതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മൾ സിറ്റുവേഷൻ എല്ലാം മാറ്റി നിങ്ങളുടെ ആ ഇൻട്രാക്ഷൻ പരിപാടി ആദ്യം നമ്മളോട് ഇവിടെ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ചിത്ത എനിക്ക് ഈ CCTV ക്യാമറ പിടിപ്പിച്ച അടിപൊളിയാണ്. അത് അതിൻ്റെ കുറേ നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ ബിൻരാജ് നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ വന്നതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് തൈക്കാട്ടുശ്ശേരിയുടെ എൻട്രി. പിന്നെ അത് ആ ഫോണിൽ തന്നെ നല്ല കൗണ്ടറുകൾ രജിസ്റ്ററായി. പിന്നെ നിങ്ങൾ ഈ ടൂർ പോയ കാര്യങ്ങളും അതിനിടയ്ക്ക് മറ്റേ പീറ്റർ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിത്തം പറഞ്ഞു പേടിച്ചാൽ മുള്ളുവോ, അങ്ങനെയാണ് ഒന്ന് വിളിക്കുക. 2-3 ദിവസമായി ഒരു ഉള്ളി മൂത്രം പോയിട്ട് നല്ല നല്ല കൗണ്ടറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രസമുണ്ടായിരുന്നു. പിന്നെ ചിത്തൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ചിത്തൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മ, വൈഫ്, ഞാൻ. ചേട്ടൻ മരിച്ചുപോയി. ഫയർഫോഴ്സിലായിരുന്നു. ഒരു ആക്സിഡന്റിൽ മരിച്ച ഡ്യൂട്ടി കടയിലാണ് മരിക്കുന്നത്. അപ്പോൾ ചേട്ടത്തിയുണ്ട്, 3 മക്കളുണ്ട്. ചേട്ടൻ്റെ മോൻ ജോലിക്ക് കയറിയിട്ടുണ്ട് ഫയർഫോഴ്സിൽ. ഓക്കെ. പിന്നെ ഉള്ളത് പെങ്ങളാണ്. പെങ്ങളെ കെട്ടിച്ച് വേറെ. പിന്നെ അമ്മയുണ്ട്. ആലപ്പുഴയല്ലേ? ആലപ്പുഴ ബീച്ചിൽ. നമ്മൾ വേറെ എന്തെങ്കിലും ബിസിനസ് പരിപാടി അങ്ങനെ വല്ല പരിപാടികളുണ്ടോ? അതോ ഇത് തന്നെ 10-28 വർഷമായിട്ട് മിമിക്രി കലാരംഗത്ത് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ആലപ്പുഴ തന്നെയാണ്. കൊച്ചി മിംസ് മീഡിയയിലായിരുന്നു ഒരു 5-8 വർഷം. പിന്നെ എല്ലാ സമിതിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. 7 ആർട്സ് അത്യാവശ്യം എല്ലാ സമിതിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ചാനലിൽ വന്നിട്ട് 10-15 വർഷമായി. നമ്മൾ പലരോടും ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിത്തനുമായിട്ട് നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പരിപാടി അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. തായിക്കട്ടെ. വിനോദിന്റെ പറയൂ ഒന്ന്. വീട്ടില് വൈഫ്, മോൻ, അച്ഛനമ്മ. അവരോട് എന്തെങ്കിലും പിണക്കമുണ്ടോ നിനക്ക്? മോൻ എത്ര വയസ്സായി ചേട്ടാ? മോനിപ്പോ 8ാം ക്ലാസ്സിലേക്കായി. വയസ്സായി ചോദിച്ചത്? അതിന്റെ പേര് അല്ല 14 വയസ്സുണ്ടാവും. 14 വയസ്സ്. അതിന്റെ പേര് ശ്രീഹരി. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. ഇലക്ട്രിക്കൽ വർക്കാണ്. ഇലക്ട്രിക്കലും പ്ലംബിങ്ങും സബ്ബെടുത്ത് ചെയ്യാം. ഓ, ഇതില്ല മെയിൻ പരിപാടിയായിട്ട്. അല്ല, ശരിക്കും ആ വർക്കാണ് നമ്മൾ ആദ്യമേ തന്നെ. പക്ഷെ അത് ഇപ്പൊ നമ്മുടെ വാനമ്പള്ളി ഫ്ലാറ്റിന്റെ ഒക്കെ AMC വർക്കുകൾ ആണ് കൂടുതൽ എടുക്കാറുള്ളത്. അപ്പൊ അത് ഉണ്ട്. 3-4 ടീംസ് ഉണ്ട് ഞങ്ങളുടെ കൂടെ, എന്റെ കൂടെ തന്നെ വർക്കിന് വേണ്ടിയിട്ട്. ഒരു വർക്കിന് പോകും. നമുക്ക് ഏറ്റവും വർക്കിലും കൂടുതൽ ഇതിലോടുള്ള ശ്രദ്ധയാണ്. ട്രൂപ്പില് ഒരുപാട് ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ രാജേട്ടൻ, ശ്യാമ്, അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മയായിരുന്നു ആദ്യമൊക്കെ എല്ലാ ടീം. പിന്നെ ചിത്തനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോറിലൂടെയാണ് സ്റ്റേജ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ അല്ലേ? കോമ്പിനേഷൻ ഇവിടെ വന്നതിന് ശേഷം. പിന്നാജിന്റെ കാര്യം എന്തായാലും നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ. സ്കിറ്റ് നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി, കൊള്ളായിരുന്നു കേട്ടോ. ഭയങ്കര റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. കാര്യം ഇവിടെ മിക്ക ടീമുകളും നമ്മൾ 1, 2, 3, 4, 5 വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതിപ്പം അവർ പ്രതലങ്ങൾ മാറ്റാറുണ്ട്. അതായത് ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ പിന്നെ കാണുന്ന ഹോസ്പിറ്റലായിരിക്കുകയില്ല, വേറൊരു സ്ഥലത്തായിരിക്കും. നിങ്ങൾ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലാണ്. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ അതിൽ കണ്ട മാനറിസങ്ങളും അതിൽ കണ്ട ചെറിയ ചെറിയ പോർഷൻസുകളൊക്കെ ആ ലവ് സീൻ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പറേ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ നമുക്കൊരു കൂട്ടിയിടി വരും. ആ സാധനങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ അത് തന്നെ വെച്ചിട്ടുണ്ട്, ആ ഏരിയകൾ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്ന കാര്യം അവിടെ ഇങ്ങനെയുള്ള ശല്യം ഉള്ളത് കൊണ്ടാണ്
ഇങ്ങോട്ട് വരാമെന്ന് വെച്ചപ്പം ഈ പുള്ളി അവിടെ പ്രശ്നമായിട്ട് ഇവിടെ ഒന്ന് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ക്യൂ ഇട്ടിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് അങ്ങോട്ട് പോകാനായിട്ട്. കേരളത്തിലേക്കാന്ന് പറയുമ്പോൾ ഇവൻ ഇവിടുത്തെ ജോലി രാജിവെച്ച് കേരളത്തിലേക്ക് പോകാൻ നിൽക്കുന്നു. ഇനിയിപ്പോൾ കർണാടകയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മൂന്നാം ഭാഗം വരുമ്പോൾ ഇവൻ അവിടെയും കാണും വേറെ എന്തെങ്കിലും ക്യാരക്ടറായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തു. സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇതിനൊരു മൂന്നാം ഭാഗം ഉണ്ടാവോ ഇപ്പോ? പിന്നെ കർണാടക സെറ്റാക്കി വെച്ചിരിക്കുകയല്ലേ? ആക്കി വെച്ചിരിക്കും അല്ലേ? അതെ, അതെ, ഓക്കെ, ഇപ്രാവശ്യം ഇവിടെ സെറ്റ് ആവോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? കർണാടകത്തിലേക്ക് പോകാനുള്ള പൈസ വേണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് പൈസ ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് നസിറിക്ക. കർണാടകയ്ക്ക് പോകാനായിട്ട് ഒരു 16,000 രൂപ കൊടുക്കുക. അടിപൊളി. 16,000 രൂപ. ഷാജി ചേട്ടാ? ഞാനൊരു 15. 15. അപ്പൊ 16ഉം 15ഉം 31,000 രൂപയായിട്ടുണ്ട്. പക്ഷെ 31,000 പോരാലോ അല്ലേ? ഭാഷ പഠിക്കണം. ഭാഷ പഠിക്കണം. കുറെ പരിപാടികളുണ്ട്. പ്രചോദേട്ടാ? അല്ല, അത് ശരിയാ. അവിടെ ആമയൊന്നും ഇല്ല അല്ലേ? അവിടെ വേറെന്തൊക്കെയാണ്. ഇതാ പിടിച്ചു, കിട്ടുന്നില്ല. 62,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അടിപൊളി. ഫ്ലൈറ്റ് പിടിച്ച് കർണാടകത്തിൽ പോകാനുള്ള പൈസ ഉണ്ട് കേട്ടോ. അദ്ദേഹത്തെ സൂക്ഷിച്ചോ. സുധി അല്ല, ആക്ച്വലി എൻ്റെ പേര് മീനാക്ഷി സുധീർ എന്നാണ്. മീനു സുധി പെട്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഇവിടെ മിമിക്രി, സ്പോട്ട് ഡബ് ഒക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇന്നൊരു വേറെ ഐറ്റം ഇറക്കിയാലോ? ഒരു ക്ഷേത്രമേള കലാകാരനാണ് അദ്ദേഹം. അമ്പലത്തില് പെർക്കഷൻസ് വായിക്കുന്ന ഒരു കലാകാരനാണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ആലപ്പുഴയിൽ നിന്ന് വരുന്ന പ്രവീൺ ബാബു. നമസ്കാരം പ്രവീൺ ചേട്ടാ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. ഗംഭീര പാട്ടാണ് കേട്ടോ. ചെണ്ടയാണ് ചേട്ടൻ? ചെണ്ടയല്ല, കുറുങ്കുഴൽ എന്ന് പറഞ്ഞ വാദ്യമാണ്. കുറുങ്കുഴൽ അല്ലേ? അതെ. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. പ്രചോദേട്ടാ? പ്രവീണ നമസ്കാരം. നമസ്കാരം ചേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. പാട്ട് നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലേ? ഇല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പഠിച്ചിട്ടില്ലേ? എന്നിട്ടാണ് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നത്. ഓ, അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും ഇനി സർപ്രൈസ് അല്ലേ? വേറെ ഒന്നും നമുക്ക് പറയണ്ട, പാട്ടിലേക്ക് കയറാം. ആദ്യം ഏത് പാട്ടാ ചേട്ടാ നമുക്ക് വേണ്ടി? ആദ്യം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അടലിന്റെ ആഴങ്ങൾ എന്ന ചിത്രം. പല സംഗതികളൊക്കെ ഉള്ള പാട്ടാണ് സംഗീതം പഠിക്കാത്ത ചേട്ടൻ പാടുന്നത്. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.
ശാന്തരാവേ ഇന്നു നിദ്രയിൽ പുണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞപ്പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പണ്ടെൻ്റെ ഈണം നീ മൗനങ്ങളിൽ പകരുന്ന രാഗം നീ എരിവേനലേ അത്തരായി നീ പെയ്യും നാൾ ദൂരയാ നിലവിട്ട കാറ്റായി ഞാൻ മരുഭൂമിയിൽ പൊൻകൊലുസു കൊഞ്ചുമാ നിമിഷങ്ങളൻ ഉള്ളിൽ കിലുങ്ങിടാതെ ഇനി വരാതെ നീ എങ്ങോട്ടോ. ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മനപ്പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞപ്പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. എന്റെ പ്രവീൺ ചേട്ടാ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇവിടെ ഒരു നൊമ്പരം ഒരു നൊമ്പരം കിടപ്പുണ്ട്. ഭയങ്കര സോള്, ഭയങ്കര ഒരു അതില് ഭയങ്കര ഫീലായിരുന്നു. സംഗീതം പഠിച്ചിട്ടുണ്ട് ചോദിച്ച സംഗതി ഉണ്ടല്ലേ ഇപ്പൊ. സത്യം. നല്ല ലയിച്ചാണ് പാടിയത്, നല്ല രസമായിട്ട് പാടിയത്. തുടക്കത്തിലെ ഹമ്മി തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അല്ലെ, അത് വന്നപ്പോ തന്നെ നമ്മള് എല്ലാരും ഫ്ലാറ്റ് ആയി. നിങ്ങൾ ഫ്ലാറ്റ് ആയില്ലേ? ഫ്ലാറ്റ് ആയി ഒരു വലിയ കൈയടി. അല്ല പ്രവീണ, ഈ ഇൻസ്ട്രുമെന്റ്സ് എന്ത് സാധനമാണ് നമ്മൾ അമ്പലത്തിൽ വായിക്കുന്നത് പറഞ്ഞത്? അത് കുറുങ്കുഴലെന്ന് പറയും. അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്? മേളം പഞ്ചാരമേളത്തില് പെട്ട വാദ്യമാണ് അത്. അതാണ് അതിന്റെ ഈ വിരലിൽ വഴങ്ങുന്ന സാധനങ്ങൾ തൊണ്ടയിൽ വഴങ്ങി, അതുകൊണ്ട് ചോദിച്ചതാണ്. നല്ല വോയിസും കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടന്നാലോ? അതെ അതെ. പ്രവീൺ ചേട്ടാ, ഏതാണ് അടുത്ത പാട്ട്? പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന് പറഞ്ഞ പാട്ട്. ഫുൾ സംഗതികളുള്ള പാട്ടല്ലേ? സംഗതികൾ മാത്രമല്ല, എല്ലാ പാട്ടിലും ഒരു പ്രണയം കിടന്ന് കളിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനൊന്നും ഇല്ല. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് കടന്നാലോ? Done. പറയാൻ മറന്ന പരിഭവങ്ങൾ. പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാദ്രമായി വിഴികളോർക്കേ. സ്മരണകൾ തീരയായി പടരും ജലധിയായി, സ്മരണകൾ തീരയായി പടരും ജലധിയായി ഒഴിയും നിലവ് പോ
വിവശനായി പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാദ്രമായി വിഴികളോകെ അലയൂ നീ ചിരന്തനനാ അലയൂ നീ ചിരന്തനനായി സാധ്യമേഘമേ നീ വരുമപാരമേ മോഹവീതി നീ വരുമപാരമേ മോഹവീതിയിൽ പിരിയവേ വിടരാതടർന്ന വിദുര സുസ്മിതം അറിയുമേ തിളങ്ങണയായി ചിറകടിക്കയോ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാദ്രമായി മിഴികളോർക്കെ സ്മരണകൾ തീരയായി പടരും ജലധിയായി പൊഴിയും നിലാവ് പോ വിവശനായി പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാദ്രമായി അടിപൊളി. ദേ ആ ഒരു ചേച്ചി സ്റ്റാൻഡിംഗ് ഓവേഷൻ തന്നു. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ ആയിരുന്നു. അതായത് ഒരു വേദിയിൽ ഗായകർ കൂടി എടുത്ത് പാടാനായിട്ട് ഒന്ന് പേടിക്കുന്ന ഒരു പാട്ടാണ് ചേട്ടാ. സംഗീതം പഠിക്കാത്ത ചേട്ടൻ ഇവിടെ ഇത്ര മനോഹരമായിട്ട് പാടി. അല്ല, തീർച്ചയായിട്ടും പ്രവീണെ, നമ്മൾ പാട്ടിലെ വരി പോലെ പറയാൻ മറന്ന പരിഭവം വരികളിലുണ്ടെങ്കിലും പ്രവീൺ പാടുമ്പോൾ ഒരു പരിഭവം ഇല്ലാതെ പാടും. ഒരു ദൈവത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ ചിലർക്കായി കിട്ടാറുള്ളൂ. സംഗീതം പഠിക്കാതെ ഇത്രയും നന്നായിട്ട് പാടുന്നു. അതെന്തോ ഗാനമേളകൾക്ക് പാടാറുണ്ടോ അതോ അങ്ങനെ പ്രൊഫഷണലായിട്ട് പോകാറില്ല. പോറില്ല? ഇനിയാവും. അല്ല, നോട്ട്സ് ഒക്കെ ഈ സംഗതി നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രവീൺ വരച്ചാണല്ലോ കാണിച്ച് പാടിയിരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞില്ല കൈയുടെ കാര്യം. കേട്ട് പഠിക്കുന്നതാണോ ചേട്ടാ? കേട്ട് പഠിച്ചതാ. കേട്ടു. എന്താല്ലേ സംഗീതം എന്ന് പറഞ്ഞ ദൈവം ഉള്ളില് ബ്ലസ് ചെയ്യുന്നതാണെന്ന് പറയുന്നതിന്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ചേട്ടാ. അപ്പൊ ഇത് രണ്ടും നമുക്കൊരു പ്രണയ മൂഡ് തരുന്ന ഒരു പാട്ടായിരുന്നു ഇപ്പൊ രണ്ടും പാടിയത്. അതെ, അതെ. നമുക്കൊരു അടിച്ചുപൊളി അങ്ങ് വെച്ച് കീച്ചിയാലോ? യെസ്. yes, അല്ലേ? തീർച്ചയായിട്ടും. പൊളിച്ചെടുക്കാം. കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പോൾ പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിൽ നിറകെ പൊന്നെ ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിൽ നിറകെ പൊന്നെ ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി.
മാരേവോ താലിക്കന്തുവിന പട്ടോല പൂപ്പന്തൽ കെട്ടാമെട്ടു നില കാണാൻ കൈതോലേവോ പൂവിനെന്തുവിന കാർക്കൂന്തൽ മൂടുമ്പോൾ കണ്ണിൻ ചന്ദ്രകല ഓ ചെറുക്കന്നു ചേലിൽ കുറി വരയ്ക്കാം കുറനില ചേതിൻ ഹരിചന്ദനം പുഴയിൽ മണി നിറയും ധനുമകരം കുളിരെഴുതും തിരുനുരയിൽ തകിലടിയിൽ തിമൃതം ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി. ചങ്ങനീവോ ചേലക്കെന്തുവില ഓലോല കയ്യിന്മേ തട്ടിയോട്ടുവള പാടാം പാപ്പാത്തേവോ വേണം തൂഷനില വാർത്തുമ്പ ചോറുണ്ണാൻ കണ്ണൻ വാഴയില ഓ കണിത്തിങ്കൾ കാച്ചും മണിപ്പപ്പടം വിളമ്പു നിലാവാൽ പാൽ പായസം ചിരിയിൽ ചെറുചിരിയിൽ കുറുചിറകിൽ നെടുമുണരും അലയൊലിയിൽ നിലമൊളിയിൽ തിമൃതം ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പോൾ പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിൽ നിറകെ പൊന്നെ ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി. ഇവിടെ എന്റെയും ഞങ്ങളുടെ ഓഡിയൻസ് ചേച്ചിമാരുടെയും വെറൈറ്റി സ്റ്റെപ്സ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? കണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും ഗാനത്തിൽ മുഴുകിയിരിക്കുന്നു അല്ലേ? ഞങ്ങൾ ഇടയ്ക്കൊന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. കൊട്ടുന്നുണ്ടായിരുന്നു, നീ തെറ്റിച്ച. ആണല്ലേ? രണ്ട് സ്റ്റെപ്പ് നീ തെറ്റിച്ചു. പ്രവീൺ ഇങ്ങനെ ഹൈ പിച്ചുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ അതെ, എനിക്ക് ലോ പിച്ച് പറ്റത്തില്ല. ഹൈ പിച്ച് പാട്ടേ പാടാൻ. പക്ഷെ അത് കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കുന്നുണ്ട് പാട്ടുകൾ. നമ്മൾ എന്താണ് മനസ്സിൽ കേട്ടിരിക്കുന്നത് അത് അതേപടി തരുന്നുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും പ്രൊഫഷണൽ സിംഗറായിട്ട് തന്നെ ഇറങ്ങാൻ കേട്ടോ. അത് തീർച്ചയായും. പോകുന്നുണ്ടോ? ഗാനമേളയ്ക്ക് തന്നെ പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. പ്രൊഫഷണൽ വേദികൾ ഇങ്ങനെ പോകണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. പ്രവീണ ഒന്നും പേടിക്കേണ്ടത്, ടെലികാസ്റ്റ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വിളി വരും. താങ്ക് യു. നമുക്കൊരു കാര്യം ചെയ്താലോ? പ്രവീൺ ചേട്ടന്റെ ഫാമിലിനെ ഒന്ന് മീറ്റ് ചെയ്യണ്ടേ? വൈഫ് വന്നിട്ടില്ലേ? മോന് വന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് പ്രവീൺ ചേട്ടന്റെ വൈഫിനെ മോനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ ചേച്ചിയുടെ പേര്? കാവ്യ കൃഷ്ണൻ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം കാവ്യ കൃഷ്ണൻ ഓൺ ടു ദ ഫ്ലോർ. കാവ്യ ആദ്യം പ്രവീണിന്റെ പാട്ട് കേൾക്കുന്നത് എപ്പോഴാണ്? ഇത് നസറുക്ക നേരത്തെ ചോദ്യം എഴുതി വെച്ചതാണ്. അതായത് പ്രവീൺ വരുമ്പോഴേ അല്ലെ കാവ്യ വരുമ്പോ ചോദിക്കാൻ, അല്ലെങ്കിൽ ഇവര് കയറിയത് കല്യാണത്തിന് ശേഷം മുമ്പ് കേൾക്കാറുണ്ടോ? അത് എവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്താണോ അതോ? അല്ല, കല്യാണം ഉറച്ചായി. ഏതായിരുന്നു ആ പാട്ട് പാടി തന്നുകൊണ്ടിരുന്ന പാട്ട്? ആദ്യമായി പാടിയ പാട്ട്. അതെ, ഫോണിലൂടെ ആദ്യമായി ഇഷ്ടപ്പെട്ട പാട്ട് ഹൃദയസഖി. ഹൃദയസഖിയാണ് പാടിക്കൊടുത്ത പാട്ട്. അത് ശരി. കാവ്യ പാട്ട് പാടുവോ? ഇല്ലില്ല. ഇല്ല. പിന്നെ കലാകാരിയാന്ന് പറഞ്ഞ പ്രവീൺ പറഞ്ഞ് ഡാൻസ് ചെയ്യോ അതോ സപ്പോർട്ട് ചെയ്യോ? അത്രയോ സപ്പോർട്ട് ചെയ്യോ? കാവ്യ പോകാറുണ്ടോ പ്രവീണിന്റെ കൂടെ? മേളത്തിനൊക്കെ പോകാറുണ്ടോ? മേളം കാണാൻ പോകാറുണ്ടോ? നിങ്ങൾ പോകാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. കാവ്യയുടെ വീട് എവിടെയായിട്ടാ? പത്തനംതിട്ട. കാവ്യ വർക്കിംഗ് ആണോ അതോ ഹൗസ് വൈഫ് ആണ്? അതാ അതന്നെ വർക്കടാ കള്ള. മീനാക്ഷി, എന്തോ ഇത് ഐറ്റം വേറെയിൽ വന്ന് ഒരു പ്രത്യേക ഐറ്റം തന്നതിന് ഒരുപാട് സന്തോഷം. അതെ 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 അതെ, അത് നമ്മളാരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര നന്നായിട്ട് പാടുന്നല്ലേ. ഷാചേട്ടൻ പറഞ്ഞതുപോലെ ഭയങ്കര നൊട്ടേഷൻസ് ഒക്കെ ഭയങ്കര കറക്റ്റ് ആക്കിയിട്ട് അല്ലെ നന്നായി പാടി ഹസ്ബൻഡ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ വൈഫിനെയും മോനെയും പരിചയപ്പെടാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഇനി ഏറെ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗായകനായിട്ട് ഇതുപോലെ ഞങ്ങളുടെ വേദിയിൽ വരാൻ പറ്റും. തീർച്ചയായിട്ടും. അതെ അതെ, ഇതുവരെ ഗാനമേളക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? ചേട്ടൻ ഉറപ്പിച്ചോ? ഇന്ന് തൊട്ട് ഫുൾ ബുക്കിംഗ്സ് ആയിരിക്കും.
അത് ഇനി കുറുങ്കുഴൽ അല്ലേ? കുറുങ്കുഴൽ വായിക്കാൻ പോകാൻ സമയം കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിച്ചോളൂ. അത്രയും വേദികൾ കൊണ്ട് നിറയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം 3 പേരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. വീണ്ടും വരിക നമ്മുടെ വേദിയിലേക്ക്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ എല്ലാ ചിരികളും എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരി വിശേഷങ്ങളും ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ.